പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 2-ാം ദിനം. ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ നമ്മുടെ യാത്രകൾ അതികഠിനമായ യാത്രയാണ്. മുള്ളും പറക്കാരയും അഹങ്കാരവും വിദ്വേഷവും കോപവും ക്രോധവും തുടങ്ങിയ എല്ലാം നിറഞ്ഞതായ പാതകളിൽ കൂടിയ അതികഠിനമായ യാത്ര. നോമ്പ് ഒരർത്ഥത്തിൽ പർവ്വതാരോഹണമാണ്. വിശ്വാസ ധീരത വെളിപ്പെടുത്തുന്നതാവണം നോമ്പിൻ്റെ ദിനങ്ങൾ. പ്രാർത്ഥനയുടെ ദിനങ്ങളായി തീരട്ടെ. മധ്യസ്ഥതയുടെ ദിനങ്ങളായി ഈ നോമ്പിൻ്റെ ദിനങ്ങളെ മാറ്റുവാൻ കഴിയണം. അവഗണിക്കപ്പെടുമ്പോഴും അവഗണിക്കുന്നവരോട് അടുപ്പം സൂക്ഷിക്കുവാൻ അസാധാരണമായ ഒരു വിശ്വാസത്തിൻ്റെ മനോബലം നമുക്കുണ്ടാവണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ കനാന്യ സ്ത്രീയെ നാം കാണുന്നു. കനാന്യ സ്ത്രീ കരഞ്ഞത് അവർക്ക് വേണ്ടിയായിരുന്നില്ല, വീട്ടിൽ രോഗിയായി കിടന്ന മകൾക്ക് വേണ്ടിയായിരുന്നു. നിന്റെ പ്രാർത്ഥനകൾ, നന്മ നിറഞ്ഞ ഇടപെടലുകൾ ഒന്നും നിഷ്ഫലമാകില്ല. വിശേഷാൽ നോമ്പ് ദിനങ്ങളിൽ പാലിക്കുന്ന വ്രതങ്ങളും അകലങ്ങളും ത്യജിക്കലും കൂപ്പുകരങ്ങളും വെറുതെയാകുന്നില്ല. നിരാശകളെ ലജ്ജിപ്പിക്കുന്ന നിർമ്മലമായ പ്രത്യാശ നമുക്കുണ്ടാകണം. പ്രിയരെ, കർത്താവിനോട് മുഖാമുഖം നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മുടെ വേദനകളും യാതനകളും സമർപ്പിക്കുവാൻ ഇടയാകണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ നോമ്പ് കാലം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കാൻ, ദാനിയേലിനെ പോലെ കിളിവാതിലുകൾ തുറന്ന് പ്രാർത്ഥിപ്പാൻ, നമ്മുടെ സങ്കടങ്ങളും യാചനകളും യാതനകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ.